സുഹൃത്തെ, ജോലി ചെയ്തുകൊണ്ട് ഞാൻ തുടർന്ന് പഠിക്കുവാൻ തീരുമാനിച്ചു. ഡിഗ്രി എടുക്കണം. ഒരു വലിയ കമ്പനിയിൽ MD സ്ഥാനത്തേക്കാണ് എൻ്റെ നോട്ടം. അങ്ങനെ ധാരാളം പണം സമ്പാദിച്ചിട്ട് ഒരു സുന്ദരിയെ വിവാഹം കഴിക്കണം. ഒരു വലിയ വീട് പണിയണം. പിന്നെ ഞങ്ങൾക്ക് നല്ല മിടുക്കരായ കുട്ടികളുണ്ടാകും. അവരെ വലിയ വലിയ സ്കൂളുകളിൽ പഠിപ്പിക്കും. കൂടാതെ അടിച്ചു പൊളിച്ചുള്ള കുറച്ച് വിനോദയാത്രകളും നടത്തും. പിന്നെ മക്കളുടെ വിവാഹം. അത് കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്ത് പേരക്കിടാങ്ങളുമായി കളിക്കും. അവരെയും കളിപ്പിച്ച്. അറിയാലോ വില്ലിപ്പന്മാരുടെ വിനോദം, അറിയില്ലയോ? പിന്നെ എന്തോന്ന്, പിന്നെ ഞാൻ മരിക്കുമായിരിക്കും. എൻ്റെ ശവസംസ്കാരത്തിൽ പലരും പറയും ഞാനൊരു വലിയ മനുഷ്യനായിരുന്നു എന്ന്. പിന്നെ എന്ത് ഓ, വാസ്തവത്തിൽ പിന്നെ എന്താണ്? മിക്കവാറും എല്ലാവരും നിങ്ങളെ പോലെയാണ് ചിന്തിക്കാറ്. ഈ ലോകത്തിൽ എന്താകണമെന്നും എല്ലാവർക്കും എങ്ങനെ ആകണമെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ മരണത്തിന് ശേഷം എവിടെ പോകുമെന്നും അറിയാൻ ആരും ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം വിശുദ്ധ ബൈബിളിൽ പറയുന്നു. അതിനും പ്രധാനമായി സ്വർഗത്തിലേക്ക് പോകുവാൻ നാം എന്ത് ചെയ്യണമെന്നും ദൈവം പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് റോമർ 5:8 പറഞ്ഞിരിക്കുന്നു. എനിക്ക് പകരം മരിക്കുവാൻ തക്കവണ്ണം അപ്പോൾ യേശു എന്നെ സ്നേഹിക്കുന്നുവോ? തീർച്ചയായും സുഹൃത്തെ, ദൈവപുത്രനായ യേശു നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്ത് നമുക്ക് പകരം മരിച്ചു. യേശു ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിനാൽ യേശുവിന് പാപത്തിന്മേലും മരണത്തിന്മേലും അധികാരമുണ്ട്. പുത്രനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ കാണുകയില്ല. ദൈവക്രോധം അവരുടെ മേൽ വസിക്കുകയുള്ളൂ. യോഹന്നാൻ 3:36 പറഞ്ഞിരിക്കുന്നു. യേശുവിന് മാത്രമേ നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ കഴിയൂ. സുഹൃത്തെ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിനായി സമർപ്പിക്കൂ. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതേ സുഹൃത്തെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എൻ്റെ ഹൃദയം യേശുവിനായി ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നുവെന്നും എന്റെ പാപപരിഹാരത്തിനായി രക്തം ചൊരിഞ്ഞുവെന്നും അടക്കപ്പെട്ടുവെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി എന്റെ പാപങ്ങൾ മാറ്റി എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ ഹൃദയം ദൈവത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങളെ കാണുവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി കാണുന്നു. ഓക്കെ.